ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ലുബ്ലിയാന സിറ്റി സെൻറ്ററിലാണ്. അപ്പം സിറ്റി സെൻറ്ററിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു വലിയ ചർച്ചാണ് എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു വലിയ കോട്ടയുണ്ട്, പക്ഷെ അത് കാണാൻ കഴിയില്ല. അത് നല്ല പൊക്കത്തിലാണ്. അവിടെ കയറണമെങ്കിൽ പൈസ വേണം, 10 യൂറോ കൊടുക്കണം. അപ്പോൾ 10 യൂറോ കൊടുത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കയറാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേതോ ഒരു വിശുദ്ധൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതോ ഒരു മഹാനായ വ്യക്തിയുടെയോ രൂപമായിരിക്കണം. എനിക്കറിയില്ല കേട്ടോ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനൊന്നും അറിയില്ല. ഇതൊരു പള്ളിയോ കോട്ടയോ ഒക്കെ, ഒരു മ്യൂസിയം. ഈ മ്യൂസിയം ആണെന്നാണ് തോന്നുന്നത്. അതെ, ഇതൊരു മ്യൂസിയമാണ്. കാരണം ഇവിടെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം സ്ലൊവേനിയൻ ലാംഗ്വേജിലാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്നും മെനക്കെടാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഞാനത്തെ കാഴ്ചകൾ. കൈയൊക്കെ മരവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹാൻഡ് റൈറ്റ് നിന്ന് എൻ്റെ അഡ്രസ് പൈസ കൊടുക്കാതെ കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മളെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമല്ലേ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അത് പഠിച്ചു നിൽക്കുന്ന സ്വഭാവം. അപ്പോൾ ഞാനും ആ സ്വഭാവം കാണിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് കോട്ടയത്തേക്കുള്ള വഴിയാണ്. നല്ല കയറ്റമാണ്. ശബരിമല കയറ്റം കൂടുന്നില്ല.
നല്ല തണുപ്പ്, കയ്യൊക്കെ മരവിച്ചിരിക്കുക. ഞാനാണെങ്കിൽ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ കോട്ടയുടെ മറ്റൊരു കാഴ്ചയാണ്. അപ്പോൾ കറക്റ്റ് ബൗണ്ടറി എത്തിയിട്ടില്ല. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളൂ. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതിനിപ്പോൾ കറങ്ങി കയറാം. ഓക്കെ, ഇതിന് 4 ചുറ്റും കറങ്ങി നടന്ന് കയറാം. അടിപൊളി. ഇനി ഇവിടുന്ന് ഒരു തടിപ്പാലമാണ്. ഓക്കെ, ഇത് കണ്ടില്ലേ സ്ലോവേനിയയുടെ മറ്റ് കാഴ്ചകൾ. സിറ്റിയാണ്, സിറ്റിയുടെ കാഴ്ചകളാണ്. തടിപ്പാലം ഇതാ കാണുന്ന പച്ച ബിൽഡിംഗ് ഉണ്ടോ, അതാണ് നമ്മൾ കുറച്ച് മുന്നേ കയറിയിരുന്ന പള്ളിയാണോ മ്യൂസിയം ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ബിൽഡിംഗ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നത് അതൊരു മ്യൂസിയം ആണെന്നാണ്. ഓക്കെ, അതിപുരാതനമായിട്ടുള്ള കുറേ ആർട്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. കണ്ടിട്ടില്ലേ, ലുബ്ലിയാന സിറ്റിയുടെ കാഴ്ചകളാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇത് നമ്മൾ ഞാൻ കയറി വന്ന വഴിയല്ല കേട്ടോ, ഇതിന് താഴെ ഒരു വഴിയുണ്ട് ഞാൻ കയറി വന്നത്. ഓക്കെ, ഇത്രയും വലിയൊരു മലയുടെ മുകളിലാണ് ഈ കൊട്ടാരം, സോറി ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു നമ്മുടെ ചിന്നക്കടയിൽ കാണുമ്പോൾ ഇവിടെ ഒരു വാച്ചുണ്ട്, മണിമേടയൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അത് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. 2 മണിയാകാൻ പോകും. ഓക്കെ, എന്തോ DJ അങ്ങനെ എന്തൊക്കെ നടക്കുന്ന ഒരു പ്ലേസാണെന്ന് തോന്നുന്നു. അതിനുള്ള സമയമായിട്ടില്ല, വൈകുന്നേരം സമയങ്ങളിലായിരിക്കാം. ജയുടെ യായായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഗ്രൈസ്ക വെനോട്ടിക്ക എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയില്ല. ഓക്കെ, കോട്ടയുടെ ഒരു 4 മൂലകളുണ്ട്. ഈ 4 മൂലകളിൽ ഒരു മൂലയാണിത്. ഓക്കെ, ഓപ്പൺ എയർ പ്രിസൺ. ഓക്കെ, ഇത് പണ്ട് തടവുപുള്ളിയെ വെച്ചിരുന്ന ജയിലാണിത്, തുറസായ ജയിൽ. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് ചാടി രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അപ്പം അത്രത്തോളം ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. ഈ പാലം പിന്നെ പണിതായിരുന്നു. ഓക്കെ, എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ ഓപ്പൺ എയർ പ്രിസൺ. കുഴിയാണ്, ഈ കുഴിക്കകത്താണ് പണ്ട് തടവുപുള്ളികളെ കിട്ടുന്നത്. ഇപ്പം ആലോചിച്ച് നോക്കി, ഈ 10 വർഷത്തിന് മുന്നേ ഇവിടെ അതിശക്തമായ തണുപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിനുള്ളിൽ ഇവിടുത്തെ തണുപ്പിൻ്റെ കാഠിന്യം എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതിലായിരുന്നു ഈ തുറസായ സ്ഥലത്തുള്ള ജയിൽ പണിത് വെച്ചിരുന്നത്. ഞാൻ നടന്നു വന്ന വഴികളും കാണാൻ കണ്ടില്ലേ, ഞാൻ നടന്നു വന്ന വഴിയാണ്, കോട്ടയുടെ ബൗണ്ടറിയാണ് നടന്നു വന്ന വഴി. അവിടെയാണ് ലിഫ്റ്റ് ഉള്ളത്. മറ്റേ റോക്ക് കാറില്ലേ, അതുള്ളത് അവിടെയാണ്. ഇത് കോട്ടയുടെ ഉൾഭാഗമാണ്. നല്ല വെട്ടം, വെയിലടിക്കുന്നത് കൊണ്ട് കാണാൻ കഴിയും. നടുമുറ്റം എന്നൊക്കെ പറയാം, കോട്ടയുടെ നടുമുറ്റം. ഓപ്പോസിറ്റ് വന്നു, അവരവിടെ നിന്ന് ഞാൻ അവരോട് പറഞ്ഞ് നമ്മുടെ പോയിക്കോളാം. ഒരു താങ്ക്സ് പറഞ്ഞു.
ഇതാണ് കോട്ടയുടെ നടുമുറ്റം. അപ്പം എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇനി എടുക്കണമെങ്കിൽ തീരത്തില്ല. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ, കണ്ടില്ലേ? അപ്പം ഈ വീഡിയോ എടുത്ത് എനിക്ക് തീർക്കാൻ കഴിയില്ല, സമയം ഒരുപാടായി. അപ്പം വിശന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പം തിരിച്ച് റൂമിലേക്ക് പോകണം. ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഓക്കെ, കോട്ടയുടെ കാഴ്ചകൾ കഴിഞ്ഞു. ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇനി എല്ലാ യൂട്യൂബറും നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊന്നുമില്ല. എല്ലാവരും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ. ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഇങ്ങനെ ഇവിടെ എത്തിച്ചേരുമെന്ന് സത്യത്തിൽ സ്വപ്നം പോലും കണ്ടില്ല. ഇങ്ങനെ എത്തിച്ചേരുമെന്നുള്ളത്, ചേരണമെന്നുള്ള സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിരുന്നു, പക്ഷെ ചേരുമെന്നുള്ളത് കണ്ടില്ല. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കുറേ കാലങ്ങൾ കഴിയുമ്പം നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മളുടെ ലൈഫ് സ്റ്റൈലിനും എല്ലാം മാറ്റങ്ങൾ വരും. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പം ടാറ്റ, ബൈ, ടേക്ക് കെയർ. ഇതിനായിരിക്കും 10 യൂറോ എന്ന് പറഞ്ഞു. കണ്ട, ഇതവിടുന്ന് ഒരു ലിഫ്റ്റ് മാതിരി ഒരു വാതിലാണ്. അപ്പോൾ അതുവഴി കയറി അതിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ റോപ്പാണ്, താഴെ പോകും. ഇതെല്ലാം സ്നോ വീണ് കിടക്കുന്നുണ്ടോ? അടിപൊളി കാഴ്ചകൾ. ലുബ്ലിയാന സിറ്റിയുടെ കാഴ്ചകളാണ്. ഓക്കെ, അങ്ങ് ദൂരെ നമുക്ക് വലിയ മലകൾ കാണാം. ആ മലയെല്ലാം വെള്ള മലകളല്ല, അത് മുഴുവൻ ഐസ് മലകളാണ്. ഐസ് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് തോന്നും വെള്ള അല്ലെങ്കിൽ വെള്ള കളറാണെന്ന്, പക്ഷേ വെള്ള കളറല്ല, അത് ഐസാണത്. ഓക്കെ, കണ്ടില്ലേ? ഓക്കെ.